ഇത് പറയുമ്പോൾ തന്നെ ഈ വഹാബി തബ്ലീഗ് ജമാഅത്ത് അതുപോലെ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങളൊക്കെ സമസ്തയെ ആശയപരമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന അത് എതിർക്കണമല്ലോ അവർ മനസ്സിലാക്കുന്നത് അവർ പറഞ്ഞത് ശരിയെന്നല്ലേ. അപ്പോൾ അവർ എതിർക്കണമല്ലോ. എതിർക്കണില്ലെങ്കിൽ അവരെ പിന്നെ അവർ പിരിഞ്ഞിക്കണിന് അവർ വേറെ സംഘടനയായി അതിനൊന്നും അർത്ഥം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എതിർക്കണം. അവരെ നമ്മൾ എതിർക്കും. ഈ മുൻപൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളെയൊക്കെ വളരെ കർശനമായിട്ട് മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് അതിനെയൊക്കെ ഒരു അല്ല, ആശയപരമായിട്ടൊന്നും അങ്ങനെ തന്നെയല്ല. നമ്മൾ അവരെ മാറ്റി നിർത്താൻ തന്നെ നമുക്കിവിടെ ആരെങ്കിലും കൊണ്ടുകൊണ്ട് മാറ്റി എവിടെയെങ്കിലും മോനി കൊണ്ടാക്കാൻ പറ്റുമോ? ഇത് ഇന്ത്യ രാജ്യമല്ലേ. ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും അവരെ ആശയം ആദർശമൊക്കെ ആയിട്ട് പ്രവർത്തിക്കാമല്ലോ. നമ്മൾ സംസ്ഥകളുടെ ജമീയത്തുലമ ആദർശപരമായി ജമാഅത്തെ ഇസ്ലാമിനോട് എതിർപ്പുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിനോട് തബ്ലീഗിനോട് ഇതൊക്കെ ആദർശപരമായ വിരോധങ്ങളാണ്. മനസ്സിലായില്ലേ? അതിന് നമ്മൾ ആദർശം പറയും. അവരാദർശത്തിന് നമ്മൾ ഗണ്ണിക്കും, അതിന് നമ്മൾ എതിർക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അവർക്ക് കൂടുതൽ സ്പേസുകൾ കിട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്ക എന്താണ്? അത് നമുക്ക് ആശങ്കയൊന്നുമില്ല. അവർക്ക് സ്പേസ് കിട്ടാതിരിക്കട്ടെ. വേറുള്ളവർക്ക് സ്പേസ് കിട്ടുന്നു കിട്ടാതിരിക്കണമെന്ന് നമ്മളെ പിന്നെ അത് നോക്കലല്ലോ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞത്. ഈ ഞാൻ സന്ദർഭോചിതമായിട്ടൊന്ന് ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയമായിട്ടൊക്കെ ഇപ്പം കൂടുതൽ അവർക്കൊരു അല്ല, അതൊക്കെ ഞാൻ മുമ്പതിന് മറുപടി പറഞ്ഞിരിക്കണമല്ലോ. അത് രാഷ്ട്രീയക്കാർ അവരും ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നയങ്ങളോട് യോജിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായിട്ട് അവർക്ക് എന്താകുക, സഖ്യമാകുകയോ അല്ലെങ്കിൽ സഖ്യമാവാതിരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതൊന്നും നമ്മളതിന് മറുപടി പറയേണ്ടതല്ല. അത് നമ്മളെ മേഖലയല്ല.